Hi everyone, welcome back to Learning. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബോർഡ് എക്സാമിലെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട്. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ബേസ് ചെയ്തിട്ട് എത്ര മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതും അതിൽ ക്ലിയർലി മെൻഷൻഡ് ആണ്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the local maxima or local minima of the function f of x is equal to sin x plus cos x where x ന്റെ വാല്യൂ എങ്ങനെയാണ് 0 to pi/2 if it exists. അതായത് ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ കണ്ടുപിടിക്കണം എഫ് ഓഫ് എക്സിന്റെ. ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എന്താ? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഓക്കെ, എക്സിന്റെ വാല്യൂ 0 to pi/2ന്റെ ഇടയിൽ. ഇഫ് ഇറ്റ് എക്സിസ്റ്റ്, അതായത് മാക്സിമം മിനിമം വരെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് എഴുതുക. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം, എഫ് ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ മാക്സിമം മിനിമം വാല്യൂസ് കണ്ടുപിടിക്കാൻ ഈ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യാറ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ് ആണ്, അതുകൊണ്ട് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് കിട്ടി. ഇനി ഇതിന്റെ വൺസ് മോർ ഡെറിവേറ്റീവ് ആണ്, അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ്, ഇനി സൈൻ എക്സിന്റെ കോസ് എക്സ് ആണ്. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, സോ മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നമുക്ക് കിട്ടിയത്, സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് ആദ്യം കിട്ടിയില്ലേ, അതിന് ഈക്വൽ ടു 0 കൊടുക്കാം. അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ് എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടിയത്. അത് ഇക്വേറ്റ് ടു 0. അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താ കിട്ടുക? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈനസ് സൈൻ എക്സിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുക. സോ കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് കിട്ടും. എപ്പോഴാണ് കോസ് തീറ്റയും സൈൻ തീറ്റയും ഈക്വൽ ആവുന്നത്? വെൻ എക്സ് ഇസ് pi/4. അതായത് pi/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ 45 ഡിഗ്രി അല്ലെ. സോ 45 ഡിഗ്രി ആംഗിളിലാണ് നമുക്ക്, അതായത് എക്സ് ഈക്വൽ ടു pi/4ലാണ് നമുക്ക് സൈൻ എക്സും കോസ് എക്സും ഈക്വൽ ആവുന്നത്. ഈ pi/4 എന്ന് പറയുന്ന ആംഗിൾ ഈ ഓപ്പൺ ഇന്റർവൽ 0, pi/2 ഇൻക്ലൂഡഡ് അല്ലേ? കാരണം 0ന് pi/2ന്റെ ഇടയിലല്ലേ pi/4 വരുന്നത്. സോ അതും ഇൻക്ലൂഡഡ് ആണ്. ആ വാല്യൂ ആ ഇന്റർവൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഫ് ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചില്ലേ, അതിൽ ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു pi/4 കൊടുക്കാം. അതായത് മൈനസ് സൈൻ pi/4 മൈനസ് കോസ് pi/4. ഈ സൈൻ pi/4 കോസ് pi/4ന്റെ വാല്യൂ എന്താ? 1/√2 ആണ്. ദാറ്റ് ഈസ് മൈനസ് 1/√2 മൈനസ് 1/√2 കിട്ടും. അപ്പോൾ ഇവിടെ ഇത് രണ്ടും സെയിം ടേംസ് അല്ലേ, റിപ്പീറ്റഡ് ആണ്. സോ മൈനസ് 2/√2. ഈ 2 എന്ന് പറയുന്നത് √2² ആണ് അല്ലെ. സോ ഒരു റൂട്ടും താഴത്തെ ഒരു റൂട്ടും ക്യാൻസൽ ആയി മൈനസ് √2 കിട്ടും അല്ലെ. സോ മൈനസ് √2 ആണ് ആൻസർ വരിക. ഈ മൈനസ് √2 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 അല്ലേ. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ, അതായത് ലെസ് ദാൻ 0 കിട്ടി. അങ്ങനെ ഒരു കണ്ടീഷനിൽ എഫ് ഓഫ് എക്സിന് എന്തായിരിക്കും? മാക്സിമം വാല്യൂ ആണ് ഉണ്ടാവുക. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അത് ലെസ് ദാൻ 0 കിട്ടി കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിന് മാക്സിമം വാല്യൂ ആണ് ഉണ്ടാവുക. ആ മാക്സിമം വാല്യൂ എന്നിട്ട് കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് ഇല്ലേ, ആക്ച്വൽ ഇക്വേഷൻ, അതിൽ ആ എക്സ് നമ്മൾ ഓൾറെഡി ഏതാ വാല്യൂ കണ്ടുപിടിച്ചത്? pi/4. ആ pi/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സിൽ എക്സിന് pi/4 കൊടുക്കുക. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ 1/√2 പ്ലസ് 1/√2 കിട്ടും അല്ലെ. അതായത് 2/√2, ദാറ്റ് ഈസ് √2 ഓരോന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ √2 വരും, കാരണം 2√2² ആണ്. സോ √2 ആണ് ആൻസർ. ഇതാണ് മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ്. Next question, the radius of a circle is increasing uniformly at the rate of 5 cm per second. Find the rate at which the area of circle is increasing when the radius is 8 cm. അപ്പോൾ നമുക്കൊരു സർക്കിളിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് തന്നിട്ടുണ്ട് 5 cm per second. അപ്പോൾ നമുക്കറിയാം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ റേഡിയസ് എന്ന് പറയുമ്പോൾ ലെറ്റ് ഇറ്റ് ബി r ആൻഡ് ഏരിയ ബി a. അങ്ങനെയാണെങ്കിൽ dr/dt റേഡിയസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് dr/dt വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ല തന്നിരിക്കണം, 5 cm per second. സോ dr/dt ആണ് 5 cm per second. ഇനി സർക്കിളിന്റെ ഏരിയയുടെ ഫോർമുല എന്താ? a is equal to pi/r². നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താ? റേറ്റ് അറ്റ് വിച്ച് ഏരിയ ഇസ് ഇൻക്രീസിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോൾ dA/dt കാണണം. അതായത് a is equal to pi/r² ഡിഫറൻഷിയേറ്റ് ചെയ്യുക LHS-നും RHS-നും വിത്ത് റെസ്പെക്ട് ടു t ചെയ്യാം. ഓക്കെ, അപ്പോൾ dA/dt കിട്ടില്ലേ LHS is equal to, ഇനി പൈ കോൺസ്റ്റന്റ് മാറ്റി എഴുതാം. r² എന്താ വരിക? 2r into dr/dt വരും. ക്ലിയർ ആയല്ലോ? ഇനി അറ്റ് ദ റേഡിയസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 8 സെന്റിമീറ്ററിൽ. സോ ഇവിടെ r-ന്റെ വാല്യൂ 8 കൊടുക്കണം. ഇനി dr/dt ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ dA/dt കിട്ടും. ദാറ്റ് ഈസ് 2π. ഇവിടെ പൈയും 2 കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ എഴുതി. 2π into റേഡിയസ് 8 ആണ്, dr/dt 5 ആണ്, is equal to 80 pi centimeter square per second.
യൂണിറ്റ് തെറ്റാതെ എഴുതണം, സെന്റിമീറ്റർ സ്ക്വയർ. അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. സോ 80 pi centimeter square per second. Next question, slope of the tangent to the curve y is equal to x square plus 1 at the point 2, 5 is. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? dy by dx ആണ് അല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x ആണ് ജനറലി നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഈ y തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ LHS ആൻഡ് RHS ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ LHS dy by dx കിട്ടും, RHS x സ്ക്വയറിന്റെ 2x വരും അല്ലെ, എക്സ് സ്ക്വയറിന്റെ 2x ഉം 1ന്റെ 0 ആണ്. സോ 2x ആണ് നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് കിട്ടിയത്. ഇനി അറ്റ് ദ പോയിന്റ് 2, 5 തന്നിട്ട്, അതായത് x equal to 2 ആണ്. സോ ഇവിടെ 2x അല്ലേ ഉള്ളൂ, അപ്പോൾ x equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 into 2 അതായത് 4 ആണ് ആൻസർ. Next question, show that the function f of x is equal to x cube plus 3x plus 5 is strictly increasing on R. Okay, അപ്പോൾ അതായത് ഈ R ഉദ്ദേശിക്കുന്നത് എന്താ? റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം നെഗറ്റീവ് പോസിറ്റീവ് വാല്യൂസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ ചെക്ക് ചെയ്യാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. എന്നിട്ട് ആ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ പറയാൻ പറ്റും. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ക്യൂബിന്റെ 3x സ്ക്വയർ ആണ്, 3xന്റെ 3 ആണ്, പ്ലസ് 5 അത് 0 ആയി പോകും. സോ 3x സ്ക്വയർ പ്ലസ് 3. ഇതിനെ കുറച്ചും കൂടി, ഇവിടെ 3 കോമൺ ടേം അല്ലേ, അത് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതുകയാണെങ്കിൽ 3 into x സ്ക്വയർ പ്ലസ് 1. ഇനി നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇതാണ് കിട്ടിയത്. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? എക്സിന്റെ ഏത് വാല്യൂ കൊടുത്തു നോക്കാം, കാരണം എക്സ് സ്ക്വയർ ആണ് ഉള്ളത്, ശരിയല്ലേ? അപ്പൊ എക്സിന് പ്ലസ് എടുത്താലും മൈനസ് എടുത്താലും എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും പോസിറ്റീവ് കിട്ടും. പ്ലസ് 1 ചെയ്താലും അപ്പൊ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എന്തായാലും വരിക. ദാറ്റ് മീൻസ് വാട്ട്? എഫ് ഓഫ് എക്സ് ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ആർ. Next question, the length x of a rectangle is increasing at the rate of 4 cm per second and the width y is decreasing at the rate of 5 cm per second. Find the rates of change of its area when x equal to 10 cm and y is equal to 5 cm. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളിന്റെ കേസാണ് തന്നിട്ടുള്ളത്. അതിന്റെ ലെങ്ത് x ആണ്, ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് തന്നിരിക്കുന്നത് 4 cm per second. അതായത് dx by dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലെങ്ത് x ആണ്. അപ്പോൾ dx by dt തന്നിട്ടുണ്ട് 4 cm per second. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻക്രീസിംഗ് ആണെങ്കിൽ പ്ലസ് എഴുതാം, റേറ്റ് ഓഫ് ചേഞ്ച് ഡിക്രീസിംഗ് ആണെങ്കിൽ മൈനസ് എഴുതാം. നെക്സ്റ്റ് തന്നിട്ടുള്ളത് വിഡ്ത്ത് y ആണ്, ഡിക്രീസിംഗ് ആണ് തന്നിട്ടുള്ളത് at the rate 5 cm per second. അപ്പോൾ നമ്മൾ dy by dt എന്ന് പറയുന്നത് -5 cm per second എഴുതാം. അത് വിട്ടു പോകരുത്. ഡിക്രീസിംഗ് ആണ് റേറ്റ് തന്നിരിക്കണമെങ്കിൽ മൈനസ് എഴുതാം, ഇൻക്രീസിംഗ് ആണെങ്കിൽ പ്ലസ് തന്നെ എഴുതാം. ഇനി റെക്റ്റാങ്കിൾ നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താ? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. when x equal to 10 cm and y is equal to 5 cm. അപ്പോൾ നമുക്ക് ഏരിയയുടെ ഫോർമുല അറിയണം. റെക്റ്റാങ്കിളിന്റെ ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് x into y. ഇവിടെ x ഉം y അല്ല തന്നിരിക്കുന്നത്. സോ a is equal to x into y. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു t അല്ലെ, കാരണം റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് തന്നിട്ടുള്ളത്, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ dA by dt is equal to x into yയുടെ ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് ടു t. അപ്പോൾ d by dt of x into y ചെയ്യണം. ഇവിടെ നമ്മൾ ഇതേപോലെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, കാരണം രണ്ട് വേരിയബിൾസും x എന്ന് പറയുന്നത് ലെങ്ത്തും y എന്ന് പറയുന്നത് വിഡ്ത്തും, ഇത് രണ്ടും ടീനെ ഡിപ്പെൻഡ് ചെയ്യും, കാരണം രണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ നമ്മൾ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അതായത് x into dy by dt പ്ലസ് ഇതേപോലെ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അതാണ് x into dy by dt പ്ലസ് y into dx by dt. ഇനി നമുക്ക് എക്സും വൈയും എപ്പോഴാണ് ചോദിച്ചിട്ടുള്ളത്? when x equal to 10. അപ്പോൾ എക്സിന് 10 ഉം വൈക്ക് 5 കൊടുക്കുക. അപ്പോൾ എക്സിന് 10 ഉം y is equal to 5 ഉം കൊടുക്കുക. പിന്നെ dy by dt തന്നിട്ടുണ്ട് -5, സോ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അഗൈൻ dx by dt തന്നിട്ടുണ്ട് 4, അപ്പോൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് -30 cm² per second ആണ്. Next question, find the rate of change of the area of a circle with respect to its radius when r is equal to 5 cm. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ചോദിച്ചിരിക്കുന്നത്, അത് ശ്രദ്ധിക്കാം. അതായത്
നോർമലി ജസ്റ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുണ്ട്. സോ തെറ്റിപ്പോകരുത്. A is equal to pi r square ആണ് ഏരിയ ഓഫ് എ സർക്കിൾ അല്ലേ. അപ്പോൾ A is equal to pi r squareൽ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ dA by dr ആണ് എഴുതേണ്ടത്, dt അല്ല. അപ്പോൾ dA by dr is equal to pi r സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? pi into r സ്ക്വയറിന്റെ 2r ആണ്. സപ്പോസ് വിത്ത് റെസ്പെക്ട് ടു t ആയിരുന്നെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? A is equal to pi r സ്ക്വയറിൽ വിത്ത് റെസ്പെക്ട് ടു t ആണെങ്കിൽ, അതായത് ഒന്നും ചോദിച്ചിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ dA by dt is equal to pi into 2r into dr by dt എന്നുള്ള ടേമും കൂടി വരും. ക്ലിയർ ആയല്ലോ? ഇത് ശ്രദ്ധിക്കുക, കെയർഫുൾ ആയിരിക്കുക. ഇവിടെ ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് 6 തന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വീണ്ടും ആറിനെ വിത്ത് റെസ്പെക്ട് ടു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വിത്ത് റെസ്പെക്ട് ടു 6 ആണ്. സോ 2r എന്ന് മാത്രം എഴുതിയാൽ മതി. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. So നമുക്ക് ഇവിടെ 2 pi r കിട്ടി. That is dA by dr is equal to 2 pi into radius at r equal to 5 എന്ന് തന്നിട്ടുണ്ട്. So 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 10 pi സെന്റിമീറ്റർ സ്ക്വയർ പെർ സെന്റിമീറ്റർ ആണ്. ഇതും ശ്രദ്ധിക്കുക. കാരണം എന്താ, നേരത്തെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ട് പെർ സെക്കൻഡ് ആണ് വന്നത്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആയതുകൊണ്ട് പെർ സെന്റിമീറ്റർ എന്ന് തന്നെ മെൻഷൻ ചെയ്യണം. Next question, find the intervals in which the function given by f of x is equal to 2x square minus 3x is increasing, decreasing. അപ്പോൾ നമുക്ക് increasing എപ്പോഴാണ്, decreasing എപ്പോഴാണ്, ഏതൊക്കെ ഇന്റർവെൽസിലാണെന്ന് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ f of x തന്നിട്ടുണ്ട് അല്ലേ. ആദ്യം തന്നെ f dash of x കണ്ടുപിടിക്കാം. 2x square minus 3xന്റെ ഡെറിവേറ്റീവ് എന്താ? 2 into x square ഡെറിവേറ്റീവ് 2x ആണ്. മൈനസ് 3xന്റെ ഡെറിവേറ്റീവ് 3 ആണ്. ദാറ്റ് ഈസ് 4x minus 3. ഇതാണ് f dash of x. അപ്പോൾ 4x minus 3 കിട്ടി. ഇനി f dash of x equal to 0 കൊടുക്കാം. എന്നിട്ട് x ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് 4x minus 3 equal to 0 കൊടുത്തു കഴിഞ്ഞാൽ x ന്റെ വാല്യൂ എന്താ കിട്ടുക? ഈ 4x equal to 3, 3നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 4x equal to 3 കിട്ടും. സോ x equal to എന്ത് കിട്ടി? 3 divided by 4. അപ്പോൾ x ന്റെ വാല്യൂ 3/4 കിട്ടി. ഇനി നമുക്ക് ഈ വാല്യൂ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇന്റർവെൽസ് പറയാൻ പറ്റും. അതായത് 3/4, ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4, ഗ്രേറ്റർ ദാൻ പറയുമ്പോൾ ഇൻഫിനിറ്റി ആണ് മാക്സിമം ലിമിറ്റ് വരെ. അപ്പോൾ 3/4, ഇൻഫിനിറ്റിയിൽ f dash of x എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് ഇൻക്രീസിംഗ് ആണ് അല്ലേ. അപ്പൊ നമ്മളിവിടെ പറയാണ് ഇൻക്രീസിംഗ്, അതായത് f of x ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആവണമെങ്കിൽ f dash of x എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പോൾ അത് ഏത് ഇന്റർവെല്ലായിരിക്കും? 3/4, ഇൻഫിനിറ്റിയിലായിരിക്കും. കാരണം നമുക്ക് f dash of x എന്ന് പറയുന്നത് 4x minus 3 ആണ്. അപ്പോൾ അതിൽ 3/4 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 3/4 വാല്യൂസ്, സപ്പോസ് 3/4 കൊടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് 3/4 കൊടുത്താൽ നമുക്ക് അത് 0 കിട്ടും. ഇനി ഗ്രേറ്റർ ദാൻ 3/4 കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഈ 4x minus 3 ഗ്രേറ്റർ ദാൻ 0 ആണ് വരും. ക്ലിയർ ആയി? അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും f dash of x എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും 3/4, ഇൻഫിനിറ്റിയിൽ. അതുകൊണ്ട് ഫംഗ്ഷൻ എന്താ? f of x ഇൻക്രീസിംഗ് ആണ്. സോ ഇൻക്രീസിംഗ് ആവണമെങ്കിൽ ആ ഇന്റർവൽ ഏതാ? 3/4, ഇൻഫിനിറ്റി. ഇനി നേരെ തിരിച്ച്, അതായത് മൈനസ് ഇൻഫിനിറ്റി ടു 3/4, അതായത് എക്സ് ലെസ് ദാൻ 3/4ന്റെ കേസാണ് പറയുന്നത്. മൈനസ് ഇൻഫിനിറ്റി ടു 3/4 ഈ ഒരു ഇന്റർവെല്ലില് നമുക്ക് f dash of x എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. കാരണം 4x minus 3 ആണ് ഫംഗ്ഷൻ f dash of x. ഇതിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 3/4 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായാലും ലെസ് ദാൻ 0 ആണ് വരും. ഓക്കെ, സോ ആ ഇന്റർവെൽ മൈനസ് ഇൻഫിനിറ്റി, 3/4 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ f dash of x ലെസ് ദാൻ 0 ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആയിട്ടുള്ള ഒരു ഇന്റർവെൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് y is equal to x cube minus x at x equal to 2. Second, find the equation of tangent to the above curve. Third, what is the maximum value of the function sin x plus cos x? ഇപ്പോൾ ഇവിടെ മൂന്നും ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1, 2, 3 എന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ടു ദ കർവ്. ഇപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ കർവിലേക്കുള്ള ടാൻജന്റ് സ്ലോപ്പ് കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ 2 എന്ന് തന്നിട്ടുണ്ട്. സോ dy by dx, y is equal to x cube minus x അല്ലേ. അതായത് x ക്യൂബിന്റെ 3x square, എക്സിന്റെ 1, സോ 3x square minus 1. അതിൽ at x equal to 2 പറഞ്ഞത് കൊണ്ട് എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 3 into 2 square minus 1 എത്ര വാല്യൂ? 11. ഓക്കെ, സോ നമുക്ക് സ്ലോപ്പ് കിട്ടി at x equal to 2, അതായത് 11 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ടു ദ എബവ് കർവ്. ഇനി നമുക്ക്
സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ആണ്. മനസ്സിലായി? അപ്പൊ അത് ജനറൽ ഇക്വേഷൻ ആണ്. y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഓഫ് എ കർവ്. y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അതില് നമുക്കിപ്പോൾ x ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ y-യുടെ വാല്യൂ അറിയണം. അതായത് നമുക്ക് x1 2 ആണെന്ന് മനസ്സിലായി. y1 അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ കർവിന്റെ, അതായത് എക്സ് ക്യൂബ് മൈനസ് എക്സ്, ഇതാണ് y എന്ന് പറയുന്നത് അല്ലെ. ഇതിൽ എക്സിന് 2 കൊടുക്കാം. കാരണം x ഈക്വൽ ടു 2 അറിയാം, y-യുടെ വാല്യൂ അറിയില്ല. സോ 2 ക്യൂബ് മൈനസ് 2, അതായത് 2 ക്യൂബ് മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മൈനസ് 2 ദാറ്റ് ഇസ് 6. അപ്പോൾ y-യുടെ വാല്യൂ നമുക്ക് കിട്ടി 6 എന്ന്. സോ x1 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? x1 2 തന്നിട്ടുണ്ട്, y1 ഇസ് ഈക്വൽ ടു 6. ഇതാണ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ y മൈനസ് y1 6 കൊടുക്കുക ഇസ് ഈക്വൽ ടു m. m എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പ് ആണ്. അത് ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിച്ചു, 11. സോ ആ 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു എക്സ് മൈനസ് x1 പറയുന്നത് 2. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ആ ഇക്വേഷൻ ശ്രദ്ധിക്കുക. y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അതിൽ y മൈനസ് y1 ഇപ്പോൾ x6 കണ്ടുപിടിച്ചു, m നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ 1 കണ്ടുപിടിച്ചു, 11 ഇൻറ്റു എക്സ് മൈനസ് x1, x ഈക്വൽ ടു 2 തന്നിട്ടുണ്ട്. അപ്പോൾ 11x മൈനസ് y ഇസ് ഈക്വൽ ടു 16. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 11x മൈനസ് y ഇസ് ഈക്വൽ ടു 16 എന്നുള്ള ഇക്വേഷൻ. ഇതാണ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ടു ദ കർവ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ sin x പ്ലസ് cos x. ഇത് ജസ്റ്റ് കോമൺ ആയിട്ട് ചോദിച്ചാണ്. sin x പ്ലസ് cos x ന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ നമുക്ക് sin x ന്റെ cos x ഉം cos x ന്റെ മൈനസ് sin x ഉം. സോ cos x മൈനസ് sin x കിട്ടി. ഇനി അത് ഇക്വേറ്റ് ടു 0 കൊടുക്കുക. കാരണം എന്താ? നമ്മുടെ അടുത്ത് മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ f ഡാഷ് ഓഫ് x 0 നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതേപോലെ f ഡാഷ് ഓഫ് x കണ്ടുപിടിക്കുക, ഈക്വൽ ടു 0 കൊടുക്കുക, അതിൽ നിന്ന് x ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് f ഡാഷ് ഓഫ് x 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos x മൈനസ് sin x ഈക്വൽ ടു 0 ആണ് കിട്ടുക അല്ലേ. ഇതിന്റെ മീനിങ് എന്താ? cos x ഇസ് ഈക്വൽ ടു sin x. ഇത് എപ്പോഴാണ് ആവുക? നേരത്തെ പറഞ്ഞ പോലെ x ന്റെ വാല്യൂ π/4 ആവുമ്പോഴാണ് ഇത് ഈ cos x ഈക്വൽ ടു sin x ആവുക. സോ x ഈക്വൽ ടു π/4 കിട്ടി. ഇനി f ഡബിൾ ഡാഷ് ഓഫ് x എന്ന് പറയുന്നത് എന്താ? അതായത് ഇപ്പോൾ ഈ കിട്ടിയ f ഡാഷ് ഓഫ് x അതിന് ഒന്നും കൂടി ഡെറിവേറ്റീവ് കാണാം. ദാറ്റ് ഇസ് മൈനസ് sin x മൈനസ് cos x. ഇതിൽ x-ന് π/4 കൊടുക്കാം. ഇപ്പൊ നമുക്ക് കിട്ടിയ x ഇല്ലേ, അത് π/4 കൊടുക്കാം. നമുക്ക് എന്താ കിട്ടാം? നേരത്തെ പറഞ്ഞ പോലെ മൈനസ് 1/√2 മൈനസ് 1/√2, അതായത് മൈനസ് √2 കിട്ടും. ക്ലിയർ ആയോ? ഇത് ലെസ് ദാൻ 0 അല്ലേ? ഓൾറെഡി ഇതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇവിടെ അഗെയിൻ എക്സ്ട്രാ സ്റ്റെപ്പ് ഞാൻ എഴുതി തരാത്തത്. ജസ്റ്റ് f ഡബിൾ ഡാഷ് ഓഫ് x എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ ലെസ് ദാൻ 0 കിട്ടി, കാരണം മൈനസ് √2 ആണ് കിട്ടുക. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? മാക്സിമം വാല്യൂ ആണ് ഉണ്ടാവുക അറ്റ് ദിസ് x. അപ്പോൾ sin x പ്ലസ് cos x ആണ് തന്നിരിക്കുന്ന f of x. അതിൽ x-ന് π/4 കൊടുക്കുക, അതായത് 1/√2 പ്ലസ് 1/√2, അതായത് √2 ആണ് ആൻസർ. Next question, the slope of the tangent to the curve y is equal to e raised to 2x at 0, 1 is. Options തന്നിരിക്കുന്നത് a1, b2, c0, d minus 1. Second question, find the equation of a line perpendicular to the above tangent obtained in part 1. അതായത് പാർട്ട് 1 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ടാൻജന്റ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണണം. ആൻഡ് പാസിംഗ് ത്രൂ 2, 3. സോ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് ആദ്യം കണ്ടുപിടിക്കാം. അതായത് y is equal to e raised to 2x എന്നിട്ടില്ലേ, dy/dx കാണാം, അതാണ് സ്ലോപ്പ്. ദാറ്റ് ഈസ് e raised to x ന്റെ e raised to x തന്നെ, പക്ഷെ അതിന്റെ പവറിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ e raised to 2x ന്റെ e raised to 2x തന്നെയാണ് വരിക, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x എന്താ? 2 ആണ് അല്ലേ. സോ 2 e raised to 2x. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് at the point 0, 1 ആണ്. സോ x എന്ന് പറയുന്നത് എന്താ? x equal to 0 ആണ്. അപ്പോൾ ഇവിടെ 2 into e raised to 2x-ൽ x-ന് 0 കൊടുക്കാം. അപ്പോൾ 2 into e raised to 0 വരും. ദാറ്റ് ഇസ് 2 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദി എബവ് ടാൻജന്റ്. അപ്പോൾ അതിനൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കാൻ y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 എന്ന് പറഞ്ഞു അല്ലേ. അത് ബേസിക് ഇക്വേഷൻ ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താ? നമുക്ക് ഓൾറെഡി ഉള്ള ടാൻജന്റ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ ഓൾറെഡി ഉള്ള ടാൻജന്റിന് പെർപെൻഡിക്കുലർ ലൈൻ, ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറൊരു ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും?
മൈനസ് റെസിപ്രോക്കൽ ഓഫ് ദ അതർ ലൈൻ ആയിരിക്കും. ക്ലിയർ ആയോ? ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ടാൻജന്റ്, ഇതൊരു കർവ് ഉണ്ട്, ഇവിടെ ഒരു ടാൻജന്റ് ഉണ്ട്, ആ ടാൻജന്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ ടാൻജന്റ് ഇക്വേഷനിൽ അതിനൊരു സ്ലോപ്പ് ഉണ്ടാവില്ലേ? അപ്പോൾ ഈ ഒരു പെർപെൻഡിക്കുലർ ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് റെസിപ്രോക്കൽ ഓഫ് ദ അതർ, ഈ ലൈൻ്റെ സ്ലോപ്പാണ്, അതായത് -1/m. സോ നമ്മളിവിടെ ആകെ കൂടി ചെയ്യേണ്ട ഒരു ചേഞ്ച് എന്താ? y minus y1 is equal to സ്ലോപ്പിന് m കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കണം? -1/m. ഇപ്പൊ ഇതേ ടാൻജന്റ് ആണ് ചോദിച്ചിരുന്നതെങ്കിൽ m കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ ഇപ്പോൾ ആ ടാൻജന്റ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറൊരു ലൈനിന്റെ സ്ലോപ്പ് ആണ്. സോ -1/m into x minus x1. അപ്പോൾ ഇവിടെ പോയിന്റ് തന്നിരിക്കുന്നത് എന്താ? 2,3 ആണ്. അതായത് x equal to 2 ഉം അതായത് x1 equal to 2 ഉം y1 is equal to 3 ഉം അല്ലെ? സോ y minus y1 ല് y minus 3 is equal to -1/m. m പറഞ്ഞാൽ എന്താ? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു, ഇതാണ് m 2 അല്ലെ? സോ -1/2 into x minus x1 എന്ന് പറയുന്നത് 2. അപ്പൊ ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. 2y minus 6 equal to -x plus 2. ഈ 2 എന്ന് പറയുന്നത് LHS കൊണ്ടുപോയാൽ മതി. ഈ റൈറ്റ് സൈഡിലെ 2 എന്ന് പറയുന്നത് LHS കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 into y minus 2 into 3 അതായത് 2y minus 6 is equal to ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇത് ഇതേപോലെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഈ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ -x -2 എന്താ? +2. സോ -x plus 2. ഇനി അത് റീഅറേഞ്ച് ചെയ്യാം, അതായത് എക്സിനെ LHS കൊണ്ടുപോകാം. സോ 2y plus x minus 8. ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയാൽ -2 ആവും, -6 ഓൾറെഡി ഉണ്ട്. സോ 2y plus x അതായത് x plus 2y minus 8 is equal to 0. Next question, find the intervals in which the function f of x is equal to x square plus 2x minus 5 strictly increasing or decreasing. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് ചെയ്യാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ നോക്കാം. f of x is equal to x square plus 2x minus 5. ഇതാണ് ഫംഗ്ഷൻ. അത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണോ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണോ അതിന്റെ ഇന്റർവെൽസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ f dash of x കണ്ടുപിടിക്കാം അല്ലെ? f dash of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x square plus 2x minus 5ന്റെ f dash എന്താ വരിക? x squareന്റെ 2x, 2xന്റെ 2. സോ 2x plus 2. ക്ലിയർ ആയല്ലോ? ഇനി അത് ഈക്വൽ ടു 0 കൊടുത്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ 2x plus 2 equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x is equal to -2. അതായത് 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്താ കിട്ടുക? -1. സോ എക്സിന്റെ വാല്യൂ -1 കിട്ടി. ഇനി f dash of x എന്ന് പറയുന്നത് 2x plus 2 അല്ലേ? ഈ 2x plus 2ല് 2x plus 2ല് നമ്മൾ -1 അല്ലെങ്കിൽ -1 ഗ്രേറ്റർ ദാൻ -1 വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഇപ്പോൾ സപ്പോസ് -1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? -2 plus 2 0 ആയിപ്പോവും. അഗൈൻ അടുത്ത ജസ്റ്റ് 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ 4 plus 2 അതായത് 6. അപ്പോൾ നമ്മൾ -1 ഗ്രേറ്റർ ആയിട്ടുള്ള കേസസിൽ എന്തായാലും ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലെ? സോ ദാറ്റ് ഈസ് -1, പിന്നെ അതർ ഇന്റർവൽ എന്താ? അതിന്റെ ലെസ് ദാൻ കേസ്, അതായത് ലെസ് ദാൻ -1 കേസ്. അപ്പോൾ എന്ത് വരും? -1 അതായത് -1 ഗ്രേറ്റർ ദാൻ x ഗ്രേറ്റർ ദാൻ -1 കേസിൽ എന്ത് വരും? -1, ഇതാണ് ഇന്റർവൽ വരിക. ഇനി x ലെസ് ദാൻ -1 കേസ് എങ്ങനെ വരിക? -1, ഇതാണ് ഇന്റർവൽ വരിക. ഇതാണ് രണ്ട് ഇന്റർവൽസ് വരുന്നത്. ഇനി നമ്മുടെ ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് f dash of x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് എപ്പോഴാണ്? അതായത് ഈ -1, എന്ന് പറയുന്ന ഇന്റർവെല്ലില് 2x plus 2ന്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് f dash of x will be greater than 0 in the interval -1, അപ്പോൾ ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അതായത് f dash of x എന്ന് പറയുന്നത് ഇവിടെ ലെസ് ദാൻ 0 ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, പക്ഷെ ശരിക്കും ഗ്രേറ്റർ ദാൻ 0 ആണ് വരിക. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് ഇന്റർവൽസ് കിട്ടിയത് മനസ്സിലായില്ലേ? -∞, -1ഉം -1, അതായത് -1ന്റെ ലെസ് ദാൻ ഉള്ള കേസും ഗ്രേറ്റർ ദാൻ ഉള്ള കേസും. ഇനി ഫസ്റ്റ് കേസ് ഞാൻ പറയുന്നത് ഇതേപോലെ -1, എന്ന് പറഞ്ഞ ഇന്റർവൽ എന്ന് പറഞ്ഞാൽ എന്താ? f dash of x ഉണ്ട്. ഇത് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. f dash of x എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിച്ചു തന്നില്ല, അതേപോലെ തന്നെ f dash of x അതായത് 2x plus 2
-1 to infinity ഏത് വാല്യൂസ് കൊടുത്താലും f dash of x എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ അവിടെ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ് വരിക കേട്ടോ. അത് മിസ്റ്റേക്ക് ആണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്നാണ് വരിക. അതേപോലെ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് -∞, -1. അതായത് f dash of x എന്ന് പറയുന്നത് എന്തായിരിക്കും ആ ഒരു കേസിൽ, അതായത് 2x + 2ന്റെ വാല്യൂ എന്തായിരിക്കും ലെസ് ദാൻ 0 ആയിരിക്കും. സോ ഇവിടെയും ചെറിയ കറക്ഷൻ ഉണ്ട്. ഈ ഒരു കേസിൽ f dash of x എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്ട്രിക്ട്ലി എന്തായിരിക്കും ഡിക്രീസിംഗ് ആണ് വരും. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ജസ്റ്റ് ഓപ്പോസിറ്റ് കേസസ് ആണ്. ഓക്കെ, ആ ഒരു കറക്ഷൻ ഓർത്ത് വെക്കുക. അപ്പോൾ -1, ഇൻഫിനിറ്റിയിൽ f dash of x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഫംഗ്ഷൻ എന്താ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. അപ്പോൾ -∞ to -1ൽ f dash of x എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ്. ഇനി ഇതിൽ വരുന്ന നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, അതായത് നമ്മളിത് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് മാത്രമേ ഇതിൽ സോൾവ് ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും നെക്സ്റ്റ് ഇതിലാണ്. അതായത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ആൻഡ് നോർമൽ ഫോർ ദ കർവ് y = x³ അറ്റ് ദ പോയിന്റ് 1,1. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം ഇഫ് എനി ഫോർ ദ ഫംഗ്ഷൻ h of x = sin x plus cos x 0 less than x less than pi/2. അപ്പോൾ ഇവിടെ y = x³. അതിൻ്റെ നമുക്ക് ഇക്വേഷൻ ഓഫ് ടാൻജന്റും ഇക്വേഷൻ ഓഫ് നോർമലും കാണണം. അറ്റ് ദ പോയിന്റ് 1,1 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ y = x³ അല്ലേ, dy/dx കണ്ടുപിടിക്കാം. x³ ഡെറിവേറ്റീവ് എന്താ 3x². ഇനി അറ്റ് ദ പോയിന്റ് 1,1 തന്നിട്ട്, സോ x-ന് 1 കൊടുക്കുക. അപ്പോൾ 3 × 1² എന്താ 3. ക്ലിയർ ആയല്ലോ. ഇനി ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എന്താ y - y1 = m × x - x1. ഇതിൽ x1 y1 എന്താ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1,1 ആണ്. സോ y - 1 = m ഓൾറെഡി കണ്ടുപിടിച്ചു 3 × x - 1. അപ്പോൾ ഇതിൽ നിന്ന് ഇക്വേഷൻ കിട്ടും y - 3x + 2 = 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ്. നെക്സ്റ്റ് കേസ് പറയുന്നത് ഇക്വേഷൻ ഓഫ് നോർമൽ ആണ്. അപ്പോൾ ടാൻജന്റ് നോർമൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് m ആണ് സ്ലോപ്പ് വരിക. ഇക്വേഷൻ ഓഫ് നോർമലിൽ ഇതിന്റെ റെസിപ്രോക്കൽ നെഗറ്റീവ് ഓഫ് റെസിപ്രോക്കൽ, അതായത് -1/m ആണ് സ്ലോപ്പ് വരിക. സോ ആകെ കൂടി ആ ചേഞ്ച് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം. x1 y1 1 തന്നെ. അപ്പോൾ -1 = -1/m എന്ന് പറഞ്ഞാൽ 3 ആണ്. -1/3 × x - 1. സോ ഇവിടെ അതായത് ഈ ഒരു ഇക്വേഷൻ നോക്കുക, y - 1 എന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ /3 എന്നുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3 × y - 1 = -1 × x - 1. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. 3y - 3 = -x + 1 വരും. കാര്യം -1 × -1 എന്താ +1 ആണ്. ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക. ഇതെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ 3y + x - 3 - 1 = 0. അതായത് 3y + x - 4 = 0. സോ ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇവിടെ 2 അല്ല 4 ആണ് വരിക. ഓക്കെ, സോ 3y + x - 4 = 0. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ സെയിം ടൈപ്പ് തന്നെ, അതായത് sin x + cos x അല്ലെ. sin x + cos x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, h of x ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കേട്ടോ, ഇതേ സെയിം ടൈപ്പ് തന്നെ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയണമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ എഗൈൻ ഒരു കറക്ഷൻ ഉണ്ട്, സോറി. അതായത് ഇത് കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, നമുക്കിപ്പോൾ അതായത് h of x തന്നിരിക്കുന്നത് എന്താ sin x + cos x ആണ് അല്ലേ. സോ ഇതിന്റെ h' ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. h' എന്ന് പറയുന്നത് എന്തായിരിക്കും cos x - sin x. ഇനി എന്ത് ചെയ്യണം, ഇതിനെ = 0 കൊടുക്കാം. അതായത് h' of x = 0 കൊടുത്തു കഴിഞ്ഞാൽ cos x - sin x = 0. സോ അതിന്റെ അർത്ഥം എന്താ, cos x will be equal to sin x. എപ്പോഴാണ് cos θ sin θ ഈക്വൽ ആവുന്നത്, x = pi/4 ആവുമ്പോൾ അല്ലെ. ഇനി നമ്മൾ f" കണ്ടുപിടിക്കുക. ഇത് നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് കേട്ടോ. f" കണ്ടുപിടിക്കുക. f" of x കണ്ടുപിടിച്ചിട്ട് അതിൽ x-ന് ഇതുപോലെ നമുക്ക് pi/4 കൊടുത്തു കഴിഞ്ഞാൽ ലെസ് ദാൻ 0 ആണ് കിട്ടുക. ഓക്കെ, അതായത് നെഗറ്റീവ് വാല്യൂ. സോ ദാറ്റ് മീൻസ് വാട്ട്, x = pi/4 ഫംഗ്ഷന് മാക്സിമം വാല്യൂ ആണ്. എന്നിട്ട് നമ്മൾ f of x, അതായത് sin x + cos x ൽ x-ന് pi/4 കൊടുക്കാം. അപ്പോൾ sin pi/4 + cos pi/4 എന്ത് കിട്ടും, √2 കിട്ടും. സോ h of x has local maximum at x = pi/4. Thank you.